നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ വരുന്ന LP-UP പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യു മസ്റ്റ് ഡാഷ് യുവർ കരിയർ വിത്ത് ഓൾ സീരിയസ്നെസ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഫോളോ, കംപ്ലീറ്റ്, ഡയറക്റ്റ്, പെർസ്യൂ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എല്ലാ ഗൗരവത്തോടു കൂടിയും നിങ്ങളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യണം എന്നർത്ഥത്തിൽ, പിന്തുടരണം എന്നൊക്കെ അർത്ഥത്തിൽ. ഇപ്പം ഇവിടെ നമുക്ക് ഫോളോ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ ഫോളോ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ഒക്കെ ചെയ്യുന്ന നമ്മൾ ഫോളോ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നു. എന്നാൽ കരിയർ ആ തരത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ അവിടെ ഉപയോഗിക്കേണ്ടത്? പെർസ്യൂ എന്നായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് പെർസ്യൂ. അങ്ങനെ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ യു മസ്റ്റ് പെർസ്യൂ യുവർ കരിയർ വിത്ത് ഓൾ സീരിയസ്നെസ് എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മേക്കിംഗ് പൈസ് ആൻഡ് കേക്ക്സ് ഡാഷ് മിസ്റ്റർ റെഡ്ഡീസ് സ്പെഷ്യാലിറ്റി. ഇവിടെ ആറെന്ന് കൊടുത്തിട്ടുണ്ട്, വേറെന്ന് കൊടുത്തിട്ടുണ്ട്, ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാണുമ്പോൾ പലരും എന്ത് ചിന്തിക്കും? പ്ലൂറൽ ആണെന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് ആറോ വേറോ എഴുതും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് സബ്ജക്റ്റായിട്ട് പരിഗണിക്കാൻ പറ്റിയതാണ് ഈ മേക്കിംഗ് എന്നുള്ളതാണ്. ഇതാണ് മേക്കിംഗ്, നിർമ്മിക്കുന്നത് നടത്തുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ മേക്കിങ്ങിനെ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എന്താ സിംഗുലറാണ്. അങ്ങനെ സിംഗുലർ ആകുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സംഭവം വരാവും. ഏതാണ്? ഈസ് അല്ലെങ്കിൽ ഹാസ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുക? സെന്റൻസ് കൊണ്ട് എന്താ പറയുന്നത്? പൈസും കേക്ക്സും ഉണ്ടാക്കുന്നതാണ് മിസ്റ്റർ റെഡ്ഡിയുടെ സ്പെഷ്യാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വരേണ്ടത്. അങ്ങനെ നമുക്ക് പറ്റുന്ന ഏതാണ്? ഈസാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്? മേക്കിംഗ് പൈസ് ആൻഡ് കേക്ക്സ് ഈസ് എന്താണ്? മിസ്റ്റർ റെഡ്ഡീസ് സ്പെഷ്യാലിറ്റി എന്ന് വരും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡെസേർട്ടഡ് ഗാർഡൻ വാസ് ഇൻഫെസ്റ്റഡ് ഡാഷ് വീഡ്സ്. അപ്പോൾ ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഫോർ വരുമോ, ഇൻറ്റു വരുമോ, ഓൺ വരുമോ, വിത്ത് വരുമോ? നമ്മൾ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മിക്കപ്പോഴും അതിന് തൊട്ട് മുമ്പ് വരുന്ന വാക്കിനെ ആശ്രയിച്ചുകൊണ്ട് എഴുതേണ്ട പ്രപ്പോസിഷൻ, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കപ്പോഴും വരിക. ഇവിടെയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഈ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. ഇൻഫെസ്റ്റഡ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടുള്ള ഇൻഫെസ്റ്റഡിൻ്റെ കൂടെ എപ്പോഴും വരിക ഏതായിരിക്കും? വിത്ത് ആയിരിക്കും. എന്തായിരിക്കും? വിത്ത്. ഇപ്പം ഇൻഫെസ്റ്റഡ് വിത്ത് വീഡ്സ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ വിത്ത് എന്നുള്ള ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹി വെന്റ് ദെയർ ഡാഷ്. അവൻ അവിടെ കാൽനടയായി പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വാക്കിംഗ് ഓൺ ഫുട്ട്, ബൈ ഫുട്ട്, വിത്ത് ഫുട്ട്, ഓൺ ഫുട്ട്. നമ്മൾ ഒരിക്കലും വാക്കിംഗ് ഓൺ ഫുട്ട് എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഓൺ ഫുട്ട് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? കാൽനടയായി എന്നാണ്. ഇനി നമ്മുടെ സംശയം ഓൺ ഫുട്ടാണോ, ബൈ ഫുട്ടാണോ, അതോ വിത്ത് ഫുട്ടാണോ? ഓക്കെ, ഓൺ ഫുട്ടാണോ, ബൈ ഫുട്ടാണോ, വിത്ത് ഫുട്ട് എന്നാണോ പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട. എപ്പോഴും നമ്മൾ ഓൺ ഫുട്ട് എന്നേ പറയത്തുള്ളൂ. എങ്ങനെ പറയത്തുള്ളൂ? ഓൺ ഫുട്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഹി വെന്റ് ദെയർ ഓൺ ഫുട്ട് എന്ന് വെച്ചാൽ കാൽനടയായി അവൻ അവിടെ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ആഫ്റ്റർ യുവർ ലോങ് ഇൽനെസ് ഡാഷ് ഐ ആം ഹാപ്പി ടു സീ യു. ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പ് ആൻഡ് അബൌട്ട്, ബൈ ആൻഡ് ബൈ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് റൗണ്ട്.
ഇവിടെ എന്താണ് ആൻസറായി വരിക? അപ്പ് ആൻഡ് എബൌട്ട് ആയിരിക്കും. എന്താണ് അപ്പ് ആൻഡ് എബൌട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസുഖം ഭേദമായതിനു ശേഷം അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം. ഇവിടെ ആഫ്റ്റർ യുവർ ലോങ് ഇൽനെസ് അപ്പ് ആൻഡ് എബൌട്ട്, അതായത് ഈ പറയുന്ന നിങ്ങളുടെ ഒരു ലോങ് ഇൽനെസ് നിങ്ങൾക്കുണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ രോഗവിമുക്തനായി വന്നപ്പോൾ അങ്ങനെ വന്ന താങ്കളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇതായിരിക്കും, ഈ അപ്പ് ആൻഡ് എബൌട്ട് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? വെൻ ദ മോർണിംഗ് ഡാഷ് ദ മർഡർ വാസ് ഡിസ്കവേർഡ്. അപ്പോൾ എന്താ ഇവിടെ എന്തായിരിക്കും വരിക? കേം ആയിരിക്കുമോ, ഹാപ്പൻഡ് ആയിരിക്കുമോ, അറൈവ്ഡ് ആയിരിക്കുമോ, ഒക്കേർഡ് ആയിരിക്കും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വെൻ ദ മോർണിംഗ് ഡാഷ്, അതായത് രാവിലെ ആയപ്പോൾ ദ മർഡർ വാസ് ഡിസ്കവേർഡ് എന്നാണ്. അതായത് രാവിലെ ആയപ്പോൾ എന്നർത്ഥത്തില്ല ഇവിടെ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആ അർത്ഥത്തിൽ ഹാപ്പൻഡ്, ഒക്കേർഡ്, അറൈവ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താവും? ഹാപ്പൻഡ്, ഒക്കേർഡ് എന്ന് വെച്ചാൽ സംഭവിച്ചു എന്നർത്ഥത്തില്ല. അറൈവ്ഡ് എന്ന് വെച്ചാൽ എന്താ? എത്തിച്ചേരുക എന്നർത്ഥത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പറയത്തില്ല, എത്തിച്ചേരുക എന്ന് പറയത്തില്ല. നമ്മളെങ്ങനെ പറയത്തുള്ളൂ? കെയിം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. വെൻ ദ മോർണിംഗ് കെയിം ദ മർഡർ വാസ് ഡിസ്കവേർഡ് എന്നാണ് ശരിയായ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്മെൽ ഓഫ് സീ കോൾ ഡാഷ് മെമ്മറീസ് ഓഫ് അവർ ചൈൽഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്മെൽ ഓഫ് ദ സീ, ആ സീയുടെ സ്മെൽ അല്ലെങ്കിൽ കടലിൻ്റെ ഗന്ധം, കാൾ ഡാഷ് മെമ്മറീസ് ഓഫ് അവർ ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ അവൻ്റെ കുട്ടിക്കാലത്തെ മെമ്മറീസിനെ അവൻ്റെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റിമെമ്പർ, ഓർക്കുക എന്ന അർത്ഥത്തിലാണ് വരേണ്ടത്. അതേതായിരിക്കും? കോൾഡ് അപ്പ് ആയിരിക്കും. അതായിരിക്കും കോൾഡ് അപ്പ്. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരും ദ സ്മെൽ ഓഫ് ദ സീ കോൾഡ് അപ്പ് മെമ്മറീസ് ഓഫ് അവർ ചൈൽഡ്ഹുഡ് എന്നാണ് കറക്റ്റ് വരിക. എടുത്ത് നോക്കാം. ഹി ഹാസ് ദ ഫുൾ ഫാക്ട്സ് ഡാഷ് ബട്ട് ഈസ് ഡെലിബറേറ്റ്ലി ഹൈഡിങ് ദം. അപ്പോൾ അണ്ടർ ഹിസ് സ്ലീവ്സ് ആണോ, അപ്പോൺ ഹിസ് സ്ലീവ്സ് ആണോ, അപ്പ് ഹിസ് സ്ലീവ് ആണ്, ഇൻ ഹിസ് സ്ലീവ്സ് ആണ്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ കയ്യിൽ എല്ലാ വസ്തുതകളും ഉണ്ട്, അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നത്? മനഃപൂർവ്വം അത് മറച്ച് വെക്കാതെ, തുറന്ന് പറയാതെ ഇരിക്കുകയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഫ്രേസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേതാണ്? അപ്പ് ഹിസ് സ്ലീവ് എന്നുള്ളതാണ്. അതാണ് അപ്പ് ഹിസ് സ്ലീവ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഹി ഹാസ് അണ്ടർ ദ ഫുൾ ഫാക്ട്സ് അപ്പ് ഹിസ് സ്ലീവ് ബട്ട് ഈസ് ഡെലിബറേറ്റ്ലി ഹൈഡിങ് ദം എന്നുള്ളതാണ് കറക്റ്റ് വരിക. അടുത്ത് നോക്കുക. ദ അപ്പിയറൻസ് ഓഫ് ദ സിറ്റി ഡാഷ് ഡേ ബൈ ഡേ എന്ന് വെച്ചാൽ ആ സിറ്റിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥമല്ല പറയുന്നത്. അപ്പോൾ അതെന്താ? ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഡേ ബൈ ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡേ ബൈ ഡേ പറയുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ഫോമിലായിരിക്കണം പറയേണ്ടത്. അങ്ങനെ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ഫോം ഏതാണ്? ഈസ് ചേഞ്ചിങ് എന്നുള്ളതാണ്. അതാണ് ഈസ് ചേഞ്ചിങ്. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ദ അപ്പിയറൻസ് ഓഫ് ദ സിറ്റി ഈസ് ചേഞ്ചിങ് ഡേ ബൈ ഡേ എന്നാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പോലീസ് ഫയർഡ് ഓൺ ദ മോബ് വെൻ ഇറ്റ് ഡാഷ് എന്ന് വെച്ചാൽ പോലീസ് എന്ത് ചെയ്തു? വെടിവെച്ചു. അക്രമാസക്തരായിട്ടുള്ള ആൾക്കാരെ നേരെ എന്ത് ചെയ്തു? ആൾക്കൂട്ടത്തിനെതിരെ വെടിവെച്ചു. എപ്പോഴാണ്? വെൻ ഇറ്റ് വയലൻ്റ് ആയപ്പോൾ. അപ്പോൾ ആകുക എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ വെൻ ഇറ്റ് ടേൺഡ് വയലൻ്റ് എന്നുള്ളതാണ് കറക്റ്റ് വരിക. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ദ പോലീസ് ഫയർഡ് ഓൺ ദ മോബ് വെൻ ഇറ്റ് ടേൺഡ് വയലൻ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.